അറബിയെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? അറബീനെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ കൊന്നെങ്കിൽ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ. ഒരു അതെ അതെ ഡിഫറെൻ്റ് ഒരു രാജിൻ്റെ ഒരു ഡിഫറെൻ്റ് ഒരു ഇതാണ്. പൃഥ്വിരാജ് ഫാൻ എന്ന നിലയിൽ ഒരു ഫുൾ പാക്ക് എക്സ്പീരിയൻസ് അവാർഡ് കിട്ടും കിട്ടണം എന്നാണ് എൻ്റെ ഒരു കിട്ടണം. ദാറ്റ് മച്ച് എഫേർട്ട്. അത്രയ്ക്ക് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഒരു പുള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് അത് പുള്ളിക്കാരി ഇതാരാന്ന് ചോദിക്കുന്നത്. ഇല്ല, അത് റിയൽ ബോഡി ആയിട്ട് തന്നെ നമുക്ക്. പക്ഷെ നമ്മൾ ഇത്രയ്ക്ക് ഇങ്ങനെ മെലിഞ്ഞു പോയി അയ്യോ എന്നിങ്ങനെ നമുക്ക് തന്നെ അത് ഒരിത് വന്നേ. എൻ്റെ ഡെഡിക്കേഷനാണ്. ആക്ച്വലി ഞങ്ങൾ ഇല്ല അതെ നന്നായിട്ട് ഞെട്ടിയായിരുന്നു. ഇതെങ്ങനെ ഇങ്ങനെ പറ്റുന്ന ഒരാൾക്ക് അതെ ഉള്ളതാണ്. പിന്നെ പുള്ളിക്കാരൻ ഇപ്പൊ തിരിച്ച് ഇനി എങ്ങനെ എന്നുള്ളത് എങ്ങനെ തിരിച്ചാവും എങ്ങനെ അതും ഒരു ഇതായിരുന്നു. അതെ ആയിട്ടുണ്ട്. എങ്ങനെയാന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ അത് പുള്ളിക്കാരൻ്റെ ഡെഡിക്കേഷനാണ്. ഹെൽത്ത് ഒന്നും നോക്കാതെ ഇത്രയ്ക്കൊക്കെ ബോഡി കൊണ്ട് അതിന് ഗ്രേറ്റ് എഫേർട്ട്. ഒരു ആക്ടർ എന്ന നിലയിൽ അതൊരു വലിയ കാര്യമാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്ര എഫേർട്ട് ഇട്ട് നിൽക്കുന്നത്. പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ അത് ഇതുവരെ കൊണ്ടെത്തിരുന്ന പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മളെല്ലാവരും ഹാപ്പിയാണ്. അത് പറഞ്ഞു കൊടുക്കുക സിനിമ കൊണ്ട് പോകാൻ കരഞ്ഞത് എന്താണ്? സിനിമ കൊണ്ട് കരഞ്ഞ അതിന്റെ അവസ്ഥ കണ്ടപ്പോ നല്ല പടമാണ്. സ്റ്റോറി ഇത് യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടു കേട്ടാ അല്ലാതെ വേറെ ഒന്നും ഇല്ല. കണ്ടൊന്നും കൊള്ളാം. നല്ല പടം. ഫാമിലി ആയിട്ടല്ല അതിനകത്ത് ഒരു കാണാതിരിക്കും. പിന്നെ നല്ല പടമല്ലേ അത്. റിയൽ ലൈഫല്ലേ അത്. പെർഫോമൻസ് പൃഥ്വിരാജും നല്ല പെർഫോമൻസ്. കാണാനൊക്കെ നല്ല രസം. അത് ഒരു രക്ഷയില്ല. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ആവുമെന്ന്. ഇത്തരത്തിന് വയറൊക്കെ ഒട്ടി നല്ല പടം. കാണേണ്ട പടമാണല്ലേ. നല്ല വോയിസ് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്. അത് ഉറപ്പായിട്ടും ഒന്ന് കാണേണ്ടതാണ് പടം. നല്ല ഫിലിമായിരുന്നു. അറബിയെ കൈ കിട്ടി എന്തെങ്കിലും അല്ല ഞാൻ അടുത്തോ അതെ നല്ല സൂപ്പർ ഫിലിം. ഇല്ല ഞാൻ ഇതിൻ്റെ ആട് തോമെന്ന് പറഞ്ഞ ഒരു കഥാപ്രസംഗം കേട്ടില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ സിനിമ കൂടി കണ്ടപ്പോൾ കൊള്ളാം. പൃഥ്വിരാജിൻ്റെ സൂപ്പർ അഭിനയം അല്ല വളരെ നന്നായി. നല്ല സിനിമ. നല്ല സിനിമ. സെക്കൻഡ് ഹാഫൊക്കെ സൂപ്പർ. കൊള്ളായിരുന്നു. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അല്ലാത്ത അതർ ആക്ടേഴ്സും നല്ലപോലെ പെർഫോം. ഗോകുൽ ആ ആക്ടറിന് നല്ല രസമുണ്ടായിരുന്നു. നല്ല കൊള്ളാം. ഒരു ഫുഡൊന്നും കൊടുക്കാതെ എനിക്ക് അറിയത്തില്ല എന്ത് ഫുഡ് കൊടുക്കാത്ത. ഫുഡ് കൊടുക്കണായിരുന്നു. നന്നായിരുന്നു. നല്ല സിനിമയാണ്. ഇല്ല ജസ്റ്റ് ഒന്ന് റിവ്യൂ നോക്കിയതേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷെ കൊള്ളായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പൃഥ്വിരാജിൻ്റെ ആ ഒരു ആക്ടിങ് എല്ലാം കൊള്ളായിരുന്നു. ബാക്കി ആക്ടേഴ്സ് അടിപൊളി. ഇല്ല അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഫസ്റ്റ് ടൈം കാണാം. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ. കരഞ്ഞുപോയി. ഓ പറയാൻ പറ്റത്തില്ല. സൂപ്പർ. എന്നാലും വിചാരിച്ചിട്ടില്ല ഇത്രയും. അതുകൊണ്ടൊരു അവാർഡ് കിട്ടണം. അല്ല അത്രയ്ക്കുള്ള ഒരു എഫേർട്ട് ആ പൃഥ്വിരാജ് ഇട്ടിട്ടുണ്ട്. അടിപൊളി പടം. നല്ല അഭിനയം. ഇല്ല അറിഞ്ഞോളാം. ആദ്യമായിട്ട് കാണും. നല്ല ഭയങ്കര അഭിനയം. ആ ശരീരമൊക്കെ സംവിധായകൻ എടുത്ത ഭയങ്കര മ്യൂസിക് ഒരു പ്രത്യേകം പറയേണ്ട ഒരു കാര്യം. കാരണം മിക്കതും ഇതിൽ ഡയലോഗ്സ് കുറവാണ്. പക്ഷെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളതുകൊണ്ട് നല്ല നമ്മളത് എൻഗേജിങ് ആയിട്ടിരുന്നു. ടോട്ടലി ഒരു കഥ എഴുതിയിരിക്കുന്നു. ഇല്ല
വിചാരിച്ചില്ല. പാൻറ്റൊക്കെ എടുത്ത് ഇടപോ അതെ അതെ ആ കെട്ടും. ഇട്ടോണ്ട് വന്ന പാൻ്റായിരുന്നു അത്. ആ ശരീരമൊക്കെ അത്ര ഉണക്കിയെടുത്ത്. നല്ല പടം, നല്ല പടം. ഇത് നേരത്തെ അറിയായിരുന്നു. ഇല്ല ഇല്ല, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫിലിമാണ്. അറിയായിരുന്നു ഇതിന്റെ സ്റ്റോറിയൊക്കെ അതെ, കേട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസം സൗദിയിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് കാണാൻ വേണ്ടി വന്നത്. ഒരുപാട് റിലേറ്റ് ആയോ? ഫുള്ള് കണ്ടു. ഇതുപോലുള്ള കഥകളൊക്കെ ആരെങ്കിലും അറിയാം, സൗദിയിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് രണ്ടുപേരാണോ കാണാൻ. എങ്ങനെ ഉണ്ടായിരുന്നു അത്? വലിയ കുഴപ്പം, നന്നായിട്ടുണ്ടായിരുന്നു.